ഇത് കണ്ടിട്ട് ഇറങ്ങിയിട്ട് വേണം എല്ലാവരുടെയും ശുക്രൻ ഉദിക്കാൻ. അത് എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു. അപ്പം എൻ്റെ അമ്മ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആൺപിള്ളേരെയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എനിക്ക് സിബ്ലിങ്സ്, ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. അപ്പം പെൺപിള്ളേരോട് വലിയ താല്പര്യമില്ല. പക്ഷെ എന്നാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ആൺപിള്ളേരോട് ഒരു ചെറിയ അയവുള്ള ഒരു അമ്മയായിരുന്നു. പക്ഷെ ഏകദേശം ഇതിനകത്തും എൻ്റെ മക്കളോട് ഞാൻ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചറായിരുന്നു. ശുക്രൻ എന്ന ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് കണ്ടിട്ട് ഇറങ്ങിയിട്ട് വേണം എല്ലാവരുടെയും ശുക്രൻ ഉദിക്കാൻ. എൻ്റെ ഒരു ശുക്രൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഭിനയിക്കാൻ ആഗ്രഹിച്ച് ഇതിലേക്ക് വരുന്നു. എൻ്റെ വീട്ടിൽ ഈ സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ആരുമില്ലായിരുന്നു. ഞാനൊരു ശരിക്കും നാട്ടും പുറത്തുനിന്ന് വന്ന ഒരാളാണ്. ഈ രാജസേനൻ സാറാണ് ഇതിലേക്ക് എന്നെ കൊണ്ടുവന്നത്. ഞാൻ മാവേലിക്കര ചിട്ടുകുളങ്ങര എന്ന് പറയുന്ന ഒരു തനി ഗ്രാമം, അവിടുന്ന് ഇവിടം വരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്താൻ ആ ഒരു എഫർട്ട്, അത് തന്നെയാണ് എൻ്റെ ശുക്രൻ. ഓക്കെ. അത് അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിൽ കിടന്ന് പിന്നീട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കുട്ടികളൊക്കെ വളർന്നു. പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ ഇതിലേക്ക് വന്നു. എന്നെ രാജസേനൻ സാറാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത്. ആദ്യം ഞാൻ കുറച്ച് 2-3 സീരിയലുകളിലും അതിനുശേഷം പിന്നെ സിനിമകളിലേക്ക് വന്നു.